ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഷ്യാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിന് ബെൻറ്റോ കേക്ക് എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു ലഞ്ച് ബോക്സിൻ്റെ അത്രയേ ഉണ്ടാവത്തുള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കേക്കിനെയും പോലെ തന്നെ ബെൻറ്റോ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വാനില സ്പഞ്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 4 ബെൻറ്റോ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് കേട്ടോ പറയണത്. അപ്പോൾ സാധാരണയായിട്ട് ഒരു 1/4 കിലോയുടെ അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ 1 കിലോ വാനില സ്പഞ്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഓൾറെഡി ഇത് നമുക്ക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. അതായത് ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതാദ്യം തന്നെ അരിച്ച് വെക്കുക. അതിനുശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 4 മുട്ട, പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു നുള്ള് ഉപ്പ്, പിന്നെ 1 കപ്പ് പഞ്ചസാര. ഒരു പൊടിച്ച പഞ്ചസാരയാണെങ്കിലാണ് 1 കപ്പ്, പൊടിക്കാത്തതാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര മതി. വെറ്റ് ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി ഒന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഒന്നല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിനകത്തേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സാക്കിയതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ, അതായത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ഓവനിലിട്ട് വെച്ച് ഒരു 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 8 ഇഞ്ചിൻ്റെ പാനിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 4/1 അതായത് 1/4 കപ്പ് വെച്ചിട്ട് ഈ സെയിം അളവിന് നമ്മൾ 4/1 ഡിവൈഡ് ചെയ്തിട്ട് ഒരു 3 ഇഞ്ചിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഓവനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതായത് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അത് കേക്കിൻ്റെ ഓൾറെഡി കുറേ വീഡിയോയിൽ വന്നേക്കണതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടിരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്നിച്ചിങ്ങനെ ബേക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 3 ഇഞ്ചിൻ്റെ കുക്കി കട്ടർ എടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ആദ്യമേ തന്നെ ഇതൊന്ന് ലെയർ ചെയ്തെടുക്കണം. ഒരു 3 ലെയറൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഇതുപോലെ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ സൈസിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനിട്ടോ. ഇപ്പോൾ എൻ്റെ ഈ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇഞ്ചിൻ്റെ ബോക്സാണ്. അപ്പോൾ അതിന് പറ്റുന്നത് ഒരു 3 ഇഞ്ചേ പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് ആ ഒരു ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ കൂടി വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു സൈസേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് കുക്കി കട്ടർ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ടിന്നിൻ്റെ അടപ്പെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കമ്പനി ചെന്നപ്പോൾ അവിടെ ഒരു പൈപ്പ് ഇതുപോലെ ഒരു 3 ഇഞ്ചൊക്കെയുള്ള പൈപ്പ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻഡിൽ നിന്ന് കുറച്ച് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താണത്. പിന്നെ അടുത്തത് നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രീമിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പഞ്ചസാരയൊന്നും ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചേർക്കാറില്ല. അങ്ങനെ നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിപ്പിംഗ് ക്രീമാണ് റിച്ച് ഗോൾഡിൻ്റെ കേട്ടോ. വിലയിലും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. റിച്ച് ഗോൾഡ് ആകുമ്പോൾ 1 കിലോയ്ക്ക് വേണ്ടി 230 രൂപയായിട്ട് വരും. ഫിയോണ അങ്ങനെയുള്ളതൊക്കെ 170 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്രീം നമ്മുടെ കേക്ക് ബോർഡിൽ കുറച്ചൊന്ന് ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വയ്ക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞാൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തേക്കണതാണ്.
പിന്നെ ക്രീമാക്കി കൊടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ അത് ചേർക്കാം. പിന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ എന്താ പറയുക, നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ്, പിന്നെ അടുത്ത് ക്രീമാക്കി കൊടുക്കുക. ക്രീം എപ്പോഴും ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിന് മാക്സിമം 3 ലെയറായിട്ടോ പറ്റത്തുള്ളൂ. കാരണം ഈ 3 ലെയറായിട്ട് തന്നെ മുകളിൽ നമ്മൾ പേരെഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അടയ്ക്കുമ്പോൾ അത് എന്താ പറയുക ബോക്സിൽ പറ്റി പിടിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് കറക്റ്റ് ഹൈറ്റ് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഞാനിവിടെ ഒരു 2 ഇഞ്ചും കുറച്ച് കൂടുതലും കൊണ്ട് എടുത്തിട്ടുണ്ട്. 2.5 തികച്ച് വന്നില്ല. കാരണം അത്രയും ഹൈറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ അത് അടയ്ക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് 3 ലെയർ എന്ന് വെച്ചാൽ 3ാമത്തെ ലെയർ ഞാൻ കുറച്ചൊരു കട്ടി കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ കേക്ക് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. അപ്പോഴേക്കും ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇത് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊരു പാടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഡിസൈനിങ് ചെയ്യേണ്ടത് നമ്മൾ ചെറിയൊരു ഒരു പാലറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതുപോലത്തെ 2 കേക്കിൻ്റെ ഡിസൈനാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ മേളിൽ ഫ്രോസ്റ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറിൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നടുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക്, എന്തെങ്കിലും ഒരു ബാമ്പു സ്റ്റിക്ക് ഇതുപോലെ സ്ക്യൂർ എന്തെങ്കിലും കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്താ പറയുക ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കും പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഡിസൈൻ ചെയ്തെടുക്കണം. ഈ കുട്ടി കേക്കായതുകൊണ്ട് തന്നെ വലിയൊരു ഡിസൈനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചെറിയ രീതിയിലൊരു ഡിസൈനൊക്കെ ചെയ്തെടുത്തേച്ചാൽ മതി. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു ഫിനിഷിംഗ് ഒന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ കേക്ക് ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ഡ്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമായിട്ട് ചെയ്യണുള്ളൂ. പിന്നെ പേരെഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കട്ടല്ലോ, ഈ നടുക്കൊരു എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കണം. അപ്പോഴാണ് ഇതിങ്ങനെ മൂവ് ചെയ്യാണ്ടിരിക്കുള്ളൂ. മറ്റേതിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറ്റി എനിക്കൊരു മണ്ടത്തരം പറ്റിയായിരുന്നു. ഈ കേക്ക് എൻ്റെ കയ്യിൽ നിന്നൊന്ന് നിലത്തി അടിപ്പോയി. ആദ്യമായിട്ട് കേക്ക് ഉണ്ടായിട്ട് ആദ്യമായിട്ട് നിലത്തി അടിപ്പോയായിരുന്നു കേക്ക്. അങ്ങനെ പിന്നീട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് എടുത്തിട്ടൊക്കെ ചെയ്തെടുത്തേണ്ടത്. പിന്നെ ഞാൻ ഇതിന് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇതുപോലത്തെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കില്ലേ, അപ്പോൾ ഒരു ചെറിയൊരു പൊന്തരി പോലെ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ മേളിൽ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഓർമ്മ വന്നത്, ഇതിനകത്ത് പേരെഴുതി കൊടുക്കേണ്ടതാണല്ലോ എന്ന്. അപ്പോൾ പിന്നെ ആ ഡിസൈൻ അങ്ങനെ തന്നെ ആക്കി കൊടുത്തിട്ട് അവിടെ മേളിൽ പേരെഴുതി, പിന്നെ മേളിലായിട്ട് കുറച്ച് എന്താ പറയുക നമ്മുടെ മുത്തുകളൊക്കെ ഇട്ട് കൊടുത്തു. നമ്മുടെ എഡിബിളായിട്ടുള്ള മുത്തുകളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ പാക്കിംഗ് ബോക്സ് അവൈലബിളാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു എന്താണ് ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ചൊരു 2-3 ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതും ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പേരെഴുതി കൊടുത്തത് നമ്മുടെ ന്യൂട്രൽ ജെല്ലിലായിട്ട് റെഡ് കളർ ആഡ് ചെയ്തു. എന്നിട്ട് പേരെഴുതിയത് കേട്ടോ. ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ കേക്കും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു ടൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി നമുക്കിത് കൊടുത്തുവിടാം. ഈ ബോക്സിനൊക്കെ ഒരു ഓരോ സ്ഥലത്തിൻ്റെ റേറ്റ് സ്ഥലം അനുസരിച്ച് വ്യത്യാസം വരും. 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഒക്കെ അവൈലബിൾ ആണ്. അത് സൈസ് അനുസരിച്ചും അതുപോലെ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ചൊക്കെ വരും കേട്ടോ. പിന്നെ ഇത് കേക്ക് വിൽക്കുമ്പോഴാണെങ്കിൽ നമുക്കൊരു 120 രൂപ ഒക്കെയൊക്കെ വിൽക്കാൻ പറ്റും. 120 രൂപ. പിന്നെ അതിൻ്റെ ഫ്ലേവർ അനുസരിച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഒരു ആവറേജ് വിലയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഇത് സാധനം സ്പൂൺ കൊണ്ട് കോരി കഴിക്കും പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാൻ നൈഫൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂണ് എന്തെങ്കിലും
എന്താ പറയുക വുഡൻ്റെ ചെറിയ സ്പൂണുകൾ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അതൊന്ന് വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ലോഗോയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് കെട്ടി കൊടുത്തു വിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണിത്. ഒരു 150-200 ഗ്രാം വെയിറ്റ് ഉണ്ടാവും ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.